സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ കോടതികളിലുമായിട്ട് നിരവധി നൂറുകണക്കിന് പിടികിട്ടാ പുള്ളികളുണ്ട്. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട്, കളവ് കേസുകളിൽ ഉൾപ്പെട്ട്, മർഡർ കേസുകളിൽ ഉൾപ്പെട്ട്, മറ്റ് ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പിടികിട്ടാ പുള്ളികൾ, ക്രൈം ഒഫൻഡർ അല്ലെങ്കിൽ മറ്റേ ഈ PT കേസിലെ പെൻഡിങ് ട്രയൽ കേസുകളിലെ പ്രതികൾ ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് 10, 20, 30, 40 വർഷങ്ങളായിട്ട് പിടികിട്ടാത്ത ആളുകളുടെ ലിസ്റ്റ് തന്നെ എല്ലാ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. അതിനൊരു PT കേസ് എന്ന് പറയും. അതിൻ്റെ ഒരു ലിസ്റ്റ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പിടികിട്ടാ പുള്ളികൾ എന്ന് പറഞ്ഞാൽ വാറണ്ടായിട്ട് പിടികിട്ടാത്ത ഒരുപാട്. അപ്പോൾ അതിന് ഡ്രൈവ് ഇടയ്ക്കിടയ്ക്ക് സർക്കാർ മറ്റേ DGP അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ SP അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം പ്രകാരം ഒരു ഡ്രൈവ് വയ്ക്കും. അപ്പോൾ ആ ഡ്രൈവ് സമയത്ത് പിടികിട്ടാ പുള്ളികളെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്വാഡ് രൂപീകരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ 1, 2 പ്രാവശ്യം 2, 3 പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഈ പിടികിട്ടാ പുള്ളികളെ പിടിക്കാനുള്ള ഡ്രൈവ് വയ്ക്കലും അതിന് ഒരു സ്ക്വാഡ് ഉണ്ടാക്കലും ആളുകൾ അങ്ങനെ പലപ്പോഴും പല സ്ക്വാഡിലും നമ്മളെപ്പോലുള്ള ആളുകളെ നിയോഗിക്കും. ആഷപ്പ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് തരും. അപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനുകൾ തരും, ജില്ല ഒന്നിച്ചുള്ളത് തരും. നമുക്കൊക്കെ തരുമ്പോൾ ജില്ല ഒന്നിച്ചുള്ളതാണ് തരാറ്. അത്തരത്തിലൊരു കേസ്, ഒരു രസകരമായ ഒരു സംഭവം ആണ് എനിക്ക് ആ ഒരു കേസിൽ പറയാനുള്ളത്. ഒരു പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ചീരക്കുഴി എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഒരു നാരായണൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നത്. അവിടെ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പഴയന്നൂർ ഭാഗത്ത് കുറിക്കമ്പനി നടത്തിയിരിക്കുകയായിരുന്നു. കുറിക്കമ്പനി നടത്തി സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തി പൊളിഞ്ഞ് ആൾ നാട് വിടുകയാണ്. നാട് വിടുന്നതോട് കൂടിയിട്ട് അവിടെ സെയിൽസിന് അല്ലെങ്കിൽ ഈ കുറി പിരിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു സ്ത്രീയും അദ്ദേഹത്തിൻ്റെ കൂടെ നാട് വിട്ടു പോകുന്നുണ്ട്. അതിനൊരു കേസ് 420 IPC പ്രകാരമുള്ള കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസിൽ LP ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ വർഷങ്ങളായി ഇയാളെ പിടികിട്ടാതെ നടക്കുന്നു. ഇയാൾ എവിടെയാണെന്ന് അറിയില്ല, നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഇയാൾ പോകുമ്പോൾ അപ്പോൾ നാട്ടുകാരുടെ മൊത്തം സംസാരം ഒരു പെണ്ണിനായിട്ട് പോയി എന്നുള്ളതാണ്. ഈ സെയിൽസിന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പിരിക്കാൻ വന്നിട്ടുള്ള പെണ്ണുമായിട്ടാണ് നാട് വിട്ടുപോയി എന്നാണ്. അന്ന് സ്ക്വാഡ് ഉണ്ടാക്കിയപ്പോൾ അതേപോലെ ഞങ്ങൾ ഓരോ കേസുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കേസിലും ഞങ്ങളുടെ ഒരു അന്വേഷണം ചെന്നു. ഞാനും ഷെയ്ഖ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതേമാതിരിക്ക് അന്വേഷിച്ച് വന്നപ്പോൾ നാരായണൻകുട്ടിയെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. അന്ന് പോയതാണ്. 10-15 വർഷം ആയി നാട്ടിലാണെന്ന് തോന്നുന്നു. 15, 20 അങ്ങനെ എത്ര വർഷങ്ങളായി, എന്തായാലും 10-15 വർഷത്തിന് മേലെ ആയി തോന്നുന്നു. നാരായണൻകുട്ടിയെ കാണാതെയായിട്ട് LP കേസ് അങ്ങനെ കിടക്കുകയാണ്. ഈ സ്ത്രീയെ കുറിച്ചിട്ട് ആർക്കും ഒരു വിവരമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അന്വേഷിച്ച് സ്ത്രീയെ കുറിച്ചിട്ടാണ്. സ്ത്രീ തിരുവില്ലാമല പഞ്ചായത്തിലെ ഒരലാശ്ശേരി ഭാഗത്താണെന്ന് തോന്നുന്നു അയാളുടെ വീട്. ഒരലാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഉൾഗ്രാമമാണ്. 2 ചീരക്കുഴിയല്ല, മറ്റേ ഗായത്രി പുഴയുടെ തീരത്ത് നിങ്ങൾ കയറിയിട്ടുള്ള ആ ഭാഗം, അപ്പുറത്ത് ഭാരതപ്പുഴ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഉൾപ്രദേശം, ഒരു ഉൾഗ്രാമമാണ് ഈ ഒരലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ഇതേമാതിരിക്കും ഒരു ദിവസം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ നിന്നാന്ന് പറഞ്ഞിട്ട് സാധാരണ പോലീസ് അല്ലാതെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ നമ്മൾ പറയാറ്. അപ്പോൾ നമുക്ക് വായിൽ തോന്നിയത് എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ തന്നെ ഏജൻസി അത് കണക്കെടുപ്പ് സെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി ചെല്ലും. അങ്ങനെ ഈ സ്ത്രീയുടെ വീടും നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ഒരു ദിവസം ഒരു ഉച്ച സമയത്താകുമ്പോൾ അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ കയറി ചെല്ലുന്നു. ഈ ഒരലാശ്ശേരിയിൽ ഈ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, ഒരു പെൺകുട്ടി, കല്യാണം കഴിച്ചു കൂടുന്ന ഒരു പെൺകുട്ടിയാണ് തോന്നുന്നുണ്ട്. അവർക്ക് മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വീട്ടിലാരൊക്കെയുള്ള വീട്ടുകാരുടെ ലിസ്റ്റ് എടുത്തു, വേറെ ആരൊക്കെയുള്ള അങ്ങനെ എല്ലാ ലിസ്റ്റുകളും എടുത്തപ്പോൾ അതാണ് ഈ അന്ന് കാണാതായി എന്ന് പറയുന്ന ഈ സ്ത്രീയെ പറ്റി പറയുന്നത് അവരൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലാത്ത വിധത്തിൽ നമ്മൾ സംസാരിച്ചു, കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ പോലീസാണെന്നൊന്നും അറിയാത്ത വിധത്തിൽ ഒരു സെൻസസ് എടുക്കുന്ന പോലെ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഈ സ്ത്രീ പഴനി ഭാഗത്ത് എവിടെയോ ആണ്, എന്തോ ജോലിയിലാണ് എന്നുള്ളത് മനസ്സിലായി. ഇടയ്ക്കൊക്കെ വന്ന് പോകാറുണ്ടെന്നും മനസ്സിലായി. അപ്പോൾ നമുക്ക് അവരെ പറ്റി ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ ചോദിക്കുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാവും. പിന്നെ അവർ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയൊന്നുമില്ല. കാരണം പണ്ടെപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, അതുകൊണ്ടാണ് അവർ അത്രയും പറയാൻ കാരണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വീട്ടിലെ ആളുകളുടെയൊക്കെ നമ്പർ എഴുതി മേടിച്ചു, ഫോൺ നമ്പറൊക്കെ മേടിച്ചു. അത് സെൻസസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളങ്ങനെ എഴുതി മേടിച്ചാണ്. പിന്നെ ലോൺ എടുത്തിട്ടുണ്ടോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയി സാധാരണ പോലീസുകാരൊക്കെ ചെയ്യുമ്പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് ആ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുത്തു. ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് വന്ന് അതിൽ നിന്ന് നമ്മൾ ഈ പഴനി ഭാഗത്തുള്ള നമ്പർ കണ്ടെത്തി അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. അങ്ങനെ 1-2 മാസത്തിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ ഇതേമാതിരിക്ക് വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ഷൊർണൂരിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഇതേമാതിരിക്ക് ഒരു അന്വേഷണത്തിന് പോവുകയാണ്. കുളപ്പുള്ളി കഴിഞ്ഞ് കാണും.
അപ്പോൾ ഞങ്ങൾ ആ പോകുന്ന ആ സംഭവം അന്ന് നടക്കില്ല എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് തിരിക്കാം, നമുക്കിന്ന് ഒരു പണിയാം. നാരായണൻകുട്ടി നമ്മളന്നൊരു ഇത് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ, നമുക്ക് എന്നാൽ അതിന് പോയാലോ എന്ന് പറഞ്ഞ് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞാനും ഷെയ്ഖും കൂടി മോട്ടോർ സൈക്കിളിലാണ്. അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ സൈക്കിളൊന്നുമില്ല, സ്വന്തം മോട്ടോർ സൈക്കിളിലാണ് പോകുന്നു. നേരെ തിരിച്ചു. നേരെ ആ മോട്ടോർ സൈക്കിൾ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടു. നേരെ ഞങ്ങളുടെ ബോർഡറിൽ, നമ്മുടെ പൊള്ളാച്ചിക്ക് പോകുമ്പോൾ ആ ബോർഡറിൽ മോട്ടോർ സൈക്കിൾ നിർത്തിയതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും നേരെ പൊള്ളാച്ചിക്ക് വണ്ടി കയറി. പൊള്ളാച്ചി ചെന്നു. പൊള്ളാച്ചിയിൽ നിന്ന് നേരെ പഴനിക്കുള്ള ബസ്സിൽ കയറി. ഈ പറഞ്ഞ പോലെ പഴനിയിലെത്തി ഈ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഈ ചായക്കട ഒരു ചായക്കടയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചായക്കട കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മലയാളികൾക്ക് ഒരുപാട് ചായക്കടകൾ പഴനിയിലുണ്ട്, ഈ സ്ത്രീയെ കണ്ടെത്തണ്ടേ. അങ്ങനെ അന്വേഷിച്ച് വന്നിട്ട് ഒരുവിധം ഞങ്ങൾ ഈ ചായക്കടയിലെത്തി. ചായക്കട അന്വേഷിച്ചു, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അവിടെ പരിസരത്തും മലയാളികളോടൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ സ്ത്രീ മറ്റൊരു ആളുമായിട്ട് വിവാഹം കഴിച്ച് കുടുംബമായിട്ട് അവിടെ ജീവിക്കുകയാണ്. ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ നടത്തി ജീവിച്ചു വരികയാണ്. അന്ന് ഇയാളുടെ കൂടെ പോയിട്ടുള്ള നാരായണൻകുട്ടി അവിടെ ഇല്ല, അയാൾ വേറെ എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അയാളെ കുറിച്ചിട്ട് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം പിടിയിട്ട് ഇയാൾ ഇവിടെ ഒരു സന്യാസ ജീവിതം നയിച്ച് ഒരു സ്വാമിയായി ജീവിക്കുന്നുണ്ട് എന്നൊരു അന്വേഷണം കിട്ടിയത്, ഒരു വിവരം കിട്ടിയത്. സ്വാമിയായിട്ട് പഴനിയിലെ ഒരു ഭാഗത്ത് അയാൾ വലിയ എന്താ പറയുക മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളൊക്കെ അങ്ങനെ സന്ദർശകരൊക്കെ ഉള്ള ഒരു വലിയ മടക്കായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയത്. ഞങ്ങൾ ഇവിടുന്ന് അന്വേഷിച്ച് പറഞ്ഞ് ഈ സ്ഥലത്തെത്തി. നോക്കിയപ്പോൾ അവിടെ നല്ല ജനത്തിരക്കാണ്. സ്വാമിയെ കാണാനുള്ള ആശീർവാദം മേടിക്കാനും സ്വാമിയെ മുഖം കാണിക്കാനുള്ള ആളുകളുടെ തിരക്കാണ്. അന്വേഷിച്ചപ്പോൾ സ്വാമി ശരിയാണ്, സ്വാമിയുടെ കാര്യങ്ങൾ മനസ്സിലായി. സ്വാമി ഇതന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തും വേണം. ഈ സ്വാമിക്ക് അവിടെ എന്തോ ഒരു തമിഴ് ചുവ കറന്നിട്ടുള്ളൊരു പേരിലാണ് സ്വാമി അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇയാൾ താമസിക്കുന്ന സ്വാമിയുടെ അവിടെ ആളുകളൊക്കെ സന്ദർശകരൊക്കെ ഒരുപാട് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് സ്വാമിയുടെ അടുത്തേക്കകത്ത് പോയി കടന്ന് മുഖം കാണിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. സ്വാമി ഇതന്നെയാണോ, നമ്മുടെ നാരായണൻകുട്ടിയാണോ സ്വാമി എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പില്ല. എന്നാലും ഞങ്ങളും പേര് രജിസ്റ്റർ ചെയ്തു. സ്വാമിയെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പേര് രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ ഊഴം വന്നു. ഞങ്ങൾ വേഗം കടന്നു അകത്തേക്ക്. കടന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ഉക്കാറാൻ പറഞ്ഞു. ഞങ്ങൾ ഉക്കാരി, തമിഴിലാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു. പിന്നെ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ്, ബിസിനസ് ഡള്ളാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇത് നാരായണൻകുട്ടിയാണെന്ന് തന്നെ. അപ്പോൾ സ്വാമി അതിന് കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ മറ്റേ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി. സംസാരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ മറ്റ് ഞങ്ങളുടെ ആവനാഴിയിൽ അമ്പുകളൊക്കെ കഴിഞ്ഞ് പറഞ്ഞമായിരിക്കും പിന്നെ അധികം സംസാരിക്കാൻ പറ്റാത്ത വീട്ടിൽ ആയി. അപ്പോൾ ഉടനടി ഷെയ്ഖ് പറഞ്ഞു. ഷെയ്ഖൊന്നും പറഞ്ഞില്ല, നാരായണൻകുട്ടിയെ എന്നൊരു വിളിച്ചു. നാരായണൻകുട്ടിയെ എന്ന് വിളിച്ചപ്പോൾ സ്വാമിയുടെ മുഖം മാറി. അപ്പോൾ സ്വാമി മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നാരായണൻകുട്ടിയാണെന്ന് മനസ്സിലായി. സ്വാമിയുടെ മുഖം മാറി. സ്വാമി വേറെ ഒന്നും പറഞ്ഞില്ല. സാർ, അപ്പോൾ നാരായണൻകുട്ടിയെ എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ മുഖം മാറിയിടുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസാണ്, കാര്യങ്ങൾ നിനക്കറിയാലോ എന്ന് പറഞ്ഞു. പിന്നെ നാരായണൻകുട്ടി, സാർ ഒന്നും ചെയ്യരുത് സാർ, ഞാൻ എല്ലാവരും സഹകരിക്കാം, എന്നെ നാണം കെടുത്തരുത്, ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഒന്നും പറയണ്ടായില്ല. നാരായണൻകുട്ടി സ്വാമി അവിടുത്തെ ജനങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ആരാധിക്കുന്ന, ജനങ്ങൾ ബഹുമാനിക്കുന്ന വലിയൊരു സ്വാമിയാണ്, കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ പൂർവാശ്രമം മൊത്തം, നാരായണൻകുട്ടിയുടെ പൂർവാശ്രമം മൊത്തം ഒഴിവാക്കിയിട്ട് പുതിയൊരു ജീവിതം നയിക്കുന്നതാണ് നാരായണൻകുട്ടി. നാരായണൻകുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാൻ അന്ന് അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം എൻ്റെ കുടുംബത്തുമായിട്ടോ നാട്ടുകാരുമായിട്ടോ ആരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ കാശി, രാമേശ്വരം തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ വിവിധ പിൽഗ്രീമുകൾ ഇങ്ങനെ സഞ്ചരിച്ച് ഈ കാഷായ വസ്ത്രധാരിയായി മറ്റൊരു മാർഗം സ്വീകരിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പഴയിലെത്തിയിട്ട് 8 കൊല്ലോ 9 കൊല്ലോ എന്തൊരു കണക്ക് പറഞ്ഞു, എത്ര ആയിട്ടുണ്ട് സാർ. ഇപ്പം ഇന്നിവിടെ ഇവിടുത്തെ പോലീസുകാരടക്കമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പ്രശസ്തനായ ജ്യോത്സ്യാണ്, പണ്ഡിതനാണ് സാർ. എന്നെ അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് ജീവിച്ചു വരികയാണ്, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ആളാണ്. നാരായണൻകുട്ടി പറഞ്ഞു, സാർ എന്ത് വേണമെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഞാൻ സഹകരിക്കാം സാർ, എന്നെ ഇവിടെ നാറ്റിക്കരുത്, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. നാരായണൻകുട്ടി പോരെ, ഞാൻ പോരാം സാറിൻ്റെ കൂടെ, ഞങ്ങൾ സാർമാരുടെ കൂടെ ഞാൻ വന്നോളാം സാർ എന്ന് പറഞ്ഞ് നാരായണൻകുട്ടി ഞങ്ങൾ 3 പേരും കൂടി പുറത്തേക്ക് വന്നിട്ട് നാരായണൻകുട്ടി അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളോട് പറഞ്ഞു,
ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരുടെ കൂടെ ഒരു പ്രത്യേക കാര്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ആരും ഇനി ദർശനമല്ല എന്ന് എല്ലാവരും പൊക്കോളണം, പിന്നെ അടുത്ത ദിവസം പിന്നെ അറിയിക്കുന്നതാണ് എന്ന് അവരുടെ ആളുകളെയൊക്കെ പറഞ്ഞ് നാരണംകുട്ടി ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു. വാതിലൊക്കെ പൂട്ടി. അപ്പോൾ അവരുടെ ഈ കൈക്കാരായിട്ടുള്ള ആളുകളുണ്ട് പിന്നെ സഹായത്തിന്, അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. വേറെ കാര്യങ്ങളൊന്നും ആരോടൊന്നും പറഞ്ഞില്ല. അത് പോലീസാണെന്നോ ഇങ്ങനെ കേസുണ്ടെന്നോ ഒരു കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അവിടെ കൂടി നിന്നവരൊക്കെ ധരിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും നാരണംകുട്ടിയും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. നേരെ പഴനി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി. അപ്പോൾ നേരെ പൊള്ളാച്ചി വന്ന് അവിടുന്ന് ബസ് കയറി നേരെ ഒരാൾ നമ്മുടെ ബോർഡറിൽ ഇറങ്ങി മോട്ടോർ സൈക്കിൾ കൊടുത്ത്, മറ്റേ ആൾ ബസ്സിലും കയറി. ഈ മോട്ടോർ സൈക്കിളായിട്ട് ബസ്സിനെ ഫോളോ ചെയ്തിട്ട് നേരെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരത്തോടെ എത്തി. അപ്പോഴേക്കും ജനങ്ങൾ മൊത്തം അറിഞ്ഞു നാരായണൻകുട്ടിയെ പിടിക്കപ്പെട്ടു, നാരായണൻകുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അന്ന് കൊച്ചു കുട്ടികളായിരുന്ന നാരായണൻകുട്ടിയുടെ കുട്ടികളും അന്ന് ഭാര്യയും മക്കളും അതൊക്കെ ഉണ്ടല്ലോ, 3 മക്കളാണെന്ന് എൻ്റെ ഓർമ്മ, 2 ആണും 1 പെണ്ണും. അവരൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായിട്ടുണ്ട്. കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞു. നാരായണൻകുട്ടി ആകെ മാറി, പഴയ നാരായണൻകുട്ടി മാറി സന്യാസ നാരായണൻകുട്ടിയായി. അപ്പോൾ ഭാര്യയൊക്കെ കരുതിയിരിക്കുന്ന മറ്റേ സ്ത്രീയുടെ കൂടെ പോയി എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവിടുത്തെ നാട്ടുപ്രമുഖരും രാഷ്ട്രീയക്കാരെത്തി. ഈ നാരായണൻകുട്ടിയുമായിട്ട് ബിസിനസ്സിൽ അന്ന് പണം നഷ്ടപ്പെട്ട പരാതിക്കാരെ ആൾക്കാരെത്തി. ഇതിനൊക്കെ പുറമെ നാരായണൻകുട്ടിയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും അങ്ങനെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ട് ഒരു വല്ലാത്ത സീനായിരുന്നു അത്. ഈ കൊല്ലങ്ങൾക്ക് മുമ്പേ കാണാതായി നാട് വിട്ടു പോയ നാരായണൻകുട്ടിയെ സന്യാസി വേഷത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് സ്റ്റേഷനിലെ ബെഞ്ചിൽ സന്യാസിയായിട്ടിരിക്കുന്ന നാരായണൻകുട്ടിയാണ് പിന്നെ മക്കളും ഭാര്യയൊക്കെ കാണുന്നത്. മക്കൾക്കൊന്നും അച്ഛനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറുപ്പത്തിൽ പോയതല്ല അച്ഛൻ. പിന്നെ മക്കളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പിന്നെ അച്ഛനെ പിടിച്ചിട്ട് പോലീസ് വരുന്നത്. അതൊരു വലിയ ചർച്ചയായിരുന്നു നാട്ടിലന്ന്, വലിയ കാര്യങ്ങളായിരുന്നു. നാരായണൻകുട്ടി വീണ്ടും വഴിയിലേക്ക് തന്നെ പോയി എന്നാണ് എൻ്റെ അറിവ്. പിന്നീട് നാരായണൻകുട്ടിയെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതൊരു ചീറ്റിംഗ് കേസ് മാത്രമാണ്. കാരണം പക്ഷേ എന്നാലും ഈ LP കേസുകൾ അങ്ങനെ പല വിധത്തിലുള്ള LP കേസുകളും പിടിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പല കേസുകളിലും ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം 30 കൊല്ലങ്ങൾക്ക് 20 കൊല്ലങ്ങൾക്ക് ശേഷം അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ LP കേസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു സംഭവമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു DC ആണ്, ഡോസിയർ ക്രിമിനലാണ് കൊല്ലായിക്കൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവ് കള്ളൻ. കൊല്ലായിക്കൽ രാധാകൃഷ്ണൻ പാമ്പാടി ഭാഗത്താണ് അവരുടെ വീട്. പാമ്പാടി കൊല്ലായിക്കലാണ്, കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഈ രാധാകൃഷ്ണൻ താമസിക്കുന്നത്. രാധാകൃഷ്ണൻ എപ്പോൾ പിടിക്കാനും ബുദ്ധിമുട്ടാണ്. എവിടെ ഓടി പൊളിച്ച് അല്ലെങ്കിൽ വേറെ വിധത്തിൽ എവിടെ എന്ത് മോഷണം നടന്നാലും ആ പരിസരത്ത് മോഷണം നടന്നാലും നമുക്കറിയാം അത് രാധാകൃഷ്ണനായിരിക്കും. അതുപോലെ പാലക്കാട് ജില്ലയുടെ അതിൻ്റെ ബോർഡറിലായിട്ട് വരുന്ന സ്ഥലങ്ങളായതിൻ്റെ പേരിൽ പാലക്കാട് ജില്ലയിലും രാധാകൃഷ്ണന് കേസുകളുണ്ട്. പക്ഷെ അവനെ പിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ നമുക്ക് പോയാലും പിടിക്കാൻ പറ്റില്ല. അവൻ ഉടുമ്പ് പോകുമ്പോലെ പോവുക. കാട്ടിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ പിടിക്കാൻ കിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഏതാ വർഷം എന്ന് എനിക്ക് ഓർക്കുന്നില്ല, 2000 ആ വർഷത്തിലായിരിക്കണം. പാമ്പാടി ഭാഗത്തൊരു മോഷണം നടക്കുന്ന ഒരു വീട്ടിൽ, പാമ്പാടി ഭാഗത്തൊരു മോഷണം നടക്കുന്നു. മോഷണം അന്ന് പാമ്പാടി ഒക്കെ നമ്മുടെ ഒരു തിരുവില്ലാമല OP ഉണ്ട്. OPയിലാണ് ചാർജുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. അന്ന് ഷെയ്ക്കിനായ തോന്നുന്നുണ്ട് ആ ഭാഗത്ത് OPയിൽ ചാർജ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ സ്ക്വാഡിലുള്ള ഷെയ്ക്ക്. മോഷണം നടന്നപ്പോൾ റിപ്പോർട്ട് കിട്ടിയിടുമ്പോൾ ഷെയ്ക്ക് നേരെ അന്വേഷണം ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ഷെയ്ക്കിന് ഏകദേശം ഇത് രാധാകൃഷ്ണനായിരിക്കും. കാരണം രാധാകൃഷ്ണൻ നാട്ടിലൊരു കളറാണ്. നമ്മുടെ ചേക്കിലെ മീശമാധവനെ പോലെയാണ് പാമ്പാടി, തിരുവില്ലാമല, കൊല്ലായിക്കൽ പരിസരങ്ങളിലെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കള്ളൻ. മീശമാധവനിലെ ചേക്കിലെ മാധവൻ എന്ന കള്ളനെ പോലെയാണ്. എല്ലാവർക്കും എവിടെ മോഷണം നടന്നാലും രാധാകൃഷ്ണൻ കൊണ്ടുപോയിട്ടുണ്ടാവും. സാധാരണ സ്വർണ്ണമായാലും അതേമാതിരിക്ക് പാത്രങ്ങളായാലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാധാകൃഷ്ണൻ. അത് കോടതിയിലും ഹാജരാവില്ല, പിന്നെ വാറണ്ടാവും. ഇപ്പം നമ്മൾ പിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ രാധാകൃഷ്ണനെ കിട്ടില്ല. രാധാകൃഷ്ണനെ അന്വേഷിച്ച് വന്നു, രാധാകൃഷ്ണൻ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ തന്നെ സംശയമായി. അങ്ങനെ രാധാകൃഷ്ണനെ അന്വേഷിച്ച് പാമ്പാടി ഭാഗങ്ങളിൽ ഇറങ്ങിയപ്പോൾ പാമ്പാടി ഭാഗത്തുനിന്ന് പുഴയുടെ ഭാഗത്തുനിന്ന് രാധാകൃഷ്ണനെ കണ്ടു. ഒരു ഷെയ്ക്ക് ആ മോട്ടോർ സൈക്കിളിൽ തന്നെ രാധാകൃഷ്ണനെ കയറ്റി പിടിച്ചു. ഒരു കൈ കൊണ്ട് മോട്ടോർ സൈക്കിളിൽ പിടിച്ച്, ഒരു കൈ കൊണ്ട് രാധാകൃഷ്ണനെയും പിടിച്ചു കൊണ്ടുവന്നൊരു സംഭവമുണ്ട്. അതൊരു എല്ലാവർക്കും ഭയങ്കര അതിശയമായിട്ടുള്ള സംഭവം. പോലീസ് ഓഫീസർമാരൊക്കെ
അന്ന് അപ്രിഷ്യേറ്റ് ചെയ്താണ് ഷെയ്ഖിനെ. എന്തായാലും രാധാകൃഷ്ണനെ പിടിച്ചു കൊടുക്കുന്നത് ചോദ്യം ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് രാധാകൃഷ്ണൻ തന്നെയാണ് ആ മോഷണം നടത്തിയതെന്നും സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടിലെ മുളക് പാത്രത്തിൽ വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. അങ്ങനെ പിന്നെ രാധാകൃഷ്ണനെ ഇട്ട് പോയിട്ട് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുന്ന ആ കേസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ രാധാകൃഷ്ണൻ ഞാൻ പറയാൻ കൊണ്ടുവന്നത് അത്, ആ രാധാകൃഷ്ണൻ നിരവധി സമയങ്ങളിൽ നമ്മൾ ഇതേമാതിരിക്ക് പിടിക്കാൻ പോകും. എപ്പോൾ പിടിക്കാൻ പോയാലും രാധാകൃഷ്ണനെ പിടിക്കാൻ കിട്ടില്ല. രാധാകൃഷ്ണൻ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു മലമ്പ്രദേശത്താണ് രാധാകൃഷ്ണൻ താമസിക്കുന്നത്. അവിടെ നമ്മൾ ഊളിയിട്ട് പോയാൽ കാട്ടിലേക്ക് കയറിയാൽ ഉടുമ്പ് പോകുമ്പോഴാണ് പോകുക. നമുക്ക് ഓടി പിടിച്ചെത്താൻ പണിയാണ്. കുറ്റനായിട്ടുള്ള രാധാകൃഷ്ണൻ, നല്ല ആരോഗ്യവാനായിട്ടുള്ള രാധാകൃഷ്ണനാണ്. അവനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കാനോ പിടിച്ചാൽ ബലം പിടിച്ചിട്ട് നമുക്ക് അവനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര പണിയെടുക്കണം. പിടിക്കാൻ പറ്റായൊന്നുമില്ല, കൊണ്ടുവരാം, പക്ഷേ ഭയങ്കര പണിയെടുക്കണം. കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ്. കാട്ടിലേക്ക് ഓടിപ്പോയാൽ നമുക്ക് മറ്റുള്ളവർ അവരൊക്കെ ചെയ്യുന്ന പോലെ മറ്റു കാട്ടിലേക്ക് അതേ സ്പീഡിൽ ഓടിപ്പോകാനോ അവരുടെ താവളങ്ങളിൽ എത്താനോ നമുക്ക് പറ്റില്ലല്ലോ. തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിൻ്റെ ആ പുറകുവശത്ത് കാണുന്ന ആ ഒരു വലിയ മലയില്ലേ, ആ മലയുടെ മറ്റു സൈഡിലാണ് ഈ പറഞ്ഞ രാധാകൃഷ്ണൻ്റെ വീട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഞങ്ങൾ പോകുമ്പോഴും കിട്ടില്ല. ഒരു ദിവസം ഇതേപോലെ അവനെ പിടിക്കൽ അത്യാവശ്യമായിരുന്നു. ഒരു കേസിലേക്ക് LP വാറണ്ട് ഉണ്ടായിരുന്നു. കേസിനൊന്നും ഹാജരാവില്ല അവൻ. അങ്ങനെ കളവും മോഷണമൊക്കെ നടത്തി അങ്ങനെ ജീവിക്കുന്ന ഇവനെ പിടിക്കാൻ ഞാനും ഷെയ്ഖും ഇതേമാതിരിക്ക് വൈകുന്നേരത്ത് ചെല്ലാണ്. ഇപ്പോൾ അവൻ്റെ വീടിനെ 4 പുറം വെയിൽ കെട്ടിയിട്ടുണ്ട്. നല്ല ഉയരത്തിൽ വെയിൽ കെട്ടിയിരിക്കുക. ഇത് ചാടിക്കിടക്കാൻ നമുക്ക് പറ്റില്ല. അവൻ അതിൻ്റെ അകത്തുണ്ടാവും. അവിടുന്ന് നമ്മൾ പോലീസിൻ്റെ പോലീസിൻ്റെ മണം അല്ലെങ്കിൽ പോലീസിനെ പറ്റി എന്തെങ്കിലും വിവരം പോലീസ് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയാൽ അവൻ നേരെ കാട്ടിലേക്ക് കയറിപ്പോവും. എന്നും പിടിക്കാൻ പറ്റില്ല. വാറണ്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ദിവസം അതേമാതിരിക്ക് ഞാനും ഷെയ്ഖും ഇരുട്ടത്ത് പമ്മി അവൻ്റെ വീടിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇവൻ അന്ന് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. അവന് ഒരു വിളക്ക് നമ്മൾ റാന്തലല്ല ചിമ്മിനി വിളക്ക് എന്ന് പറയില്ല നമ്മൾ പഴയ കാലത്ത്. ചിമ്മിനി വിളക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഇങ്ങനെ തിരി കെട്ടിട്ട് അതൊക്കെ കത്തിച്ചിട്ട് അരിന്തെണ്ണ എന്നൊക്കെ പറയും. നാടൻ ഭാഷയിൽ പറയും അരിന്തെണ്ണ എന്ന് പറയും. വീടിൻ്റെ മുൻവശത്തുള്ള ഒരു തറ, അതാണ് അരിന്തെണ്ണ. അപ്പോൾ ഓല വരെയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ വെയിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ രാധാകൃഷ്ണൻ ആ അരിന്തെണ്ണയിലൊക്കെ എടുത്തിട്ട് തോർത്തുമുണ്ടൊക്കെ കൊടുത്തിട്ട് മറ്റേ എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ജിമ്മൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ കണ്ടാലും അവൻ നമുക്ക് പിടിക്കാൻ പറ്റില്ല, രക്ഷപ്പെടുന്നുള്ള ഉറപ്പാണ്. കിടക്കാനൊരു മാർഗ്ഗമില്ല. നോക്കിയപ്പോഴാണ് അവൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഈ വേലിയോട് ചേർന്നിട്ട് വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഓരോരുത്തരായിട്ട് ആ മരത്തിൽ കയറി അതിൻ്റെ കൊമ്പ് വഴി തൂങ്ങി ഇവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവൻ്റെ അരന്തണ്ണയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിലും കൂടെയൊക്കെ പോയി പെട്ടെന്നൊരു ഷൗട്ട് ചെയ്തിട്ട് കയറി അങ്ങനെ വട്ടം പിടിക്കുക. അവൻ തന്നെ പേടിച്ചു പോയി. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അവനെ വട്ടം പിടിച്ച് വിലങ്ങ് വെച്ച് ആണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പല പ്രാവശ്യം പിടിച്ച് രാധാകൃഷ്ണനൊക്കെ ആയിട്ട് അങ്ങനെ പിടിച്ച് കൊണ്ടുവരലും കേസും വാറണ്ടും കോടതി കൊണ്ടുവരലും സ്ഥിരം സംഭവമായിരുന്നു. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. പിന്നെ ഞാനൊക്കെ അവിടെ നിന്ന് പോന്നു. ഞാൻ ക്രൈം ബ്രാഞ്ചിലേക്കായി പ്രൊമോഷനായി. അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് 10-15 കൊല്ലത്തിൻ്റെ അപ്പുറം മേലെയൊക്കെ ആയിക്കണം. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഇതേപോലെ ഒരാൾ നൊണ്ടി കാലിലൊരു കെട്ടൊക്കെ കെട്ടി നൊണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ക്ഷീണിതനായിട്ട് എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ അത് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. എൻ്റെ വീട് കിടക്കുന്നത് ചേലക്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. ആരാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിലും ബഗേഴ്സ് സാധാരണ പോലെ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളെന്ന് പറയണം. അപ്പോൾ ഇവർ പറഞ്ഞു ഭിക്ഷക്കാരല്ല, എൻ്റെ വൈഫ് പറഞ്ഞു ഭിക്ഷക്കാരനല്ല, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇയാളെ കണ്ടപ്പോൾ പോയാൽ ആ ഭിക്ഷക്കാരൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സാർ എന്ന് വിളിച്ചു. എന്തേ നിങ്ങളാരാ, എന്താ ചോദിച്ചു കാര്യങ്ങൾ, എന്നെ അറിയില്ലേ, ഞാനല്ലേ കള്ളൻ രാധാകൃഷ്ണനാണ്, ഞാൻ കൊല്ലായിക്കൽ രാധാകൃഷ്ണനാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പാറിയില്ല. അപ്പോഴാണ് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മറ്റേ മീശവാദവൻ്റെ മാളയുടെ കാര്യം ഓർമ്മ വന്നു. കാരണം മാളയുടെ പോലെ ഇവൻ റിട്ടയർഡായ ഒരു കള്ളനായിരിക്കണു. പഴയ അവൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് രോഗം വന്ന് ജനങ്ങളിൽ നിന്ന് അടി കൊണ്ടിട്ടാണെന്ന് പറഞ്ഞേക്കുന്നു. പിന്നെ അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് കാലൊക്കെ പഴുത്ത് അതിനൊക്കെ വെച്ച് കെട്ടി നൊണ്ടി നടന്ന് വടിയൊക്കെ കുത്തി നടക്കുന്ന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ പഴയ ആരോഗ്യം ഒക്കെ നഷ്ടപ്പെട്ട് കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, രാധാകൃഷ്ണൻ നീ എന്നെ എൻ്റെ വീട് എങ്ങനെ മനസ്സിലാക്കി? സാർ ഞാൻ പലരോടും ചോദിച്ചിട്ട് വന്നതാണ് സാർ. എന്താ വന്നതിൻ്റെ കാര്യം എന്താ? അപ്പോഴേക്കും ഇത് കള്ളനാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലും അവരെ കിളി പോയിട്ടിരുന്നു. കള്ളൻ വീട്ടിൽ അന്വേഷിച്ച് വരിക എന്ന് പറയുമ്പോൾ എന്തായാലും രാധാകൃഷ്ണൻ പറഞ്ഞു, സാർ എന്നെ എങ്ങനെയും ആശുപത്രി പോകാനും പൈസ ഇല്ല സാർ, ഭക്ഷണം കഴിക്കാനും പൈസ ഇല്ല, ഭാര്യയൊക്കെ എന്നെ ഉപേക്ഷിച്ചു സാർ, എനിക്ക്
യാതൊരു മാർഗ്ഗമില്ല സാർ. അപ്പം ഞാനിങ്ങനെ ചേലക്കര വന്നപ്പോൾ അവിടെ അന്വേഷിച്ചാണ്. ചേലക്കര എവിടെയോ ആണ് സാറിൻ്റെ വീടെന്ന് ഞങ്ങൾക്കറിയാം, എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറി അന്വേഷിച്ചതാണ്, ഇങ്ങനെ അഷ്റഫ് സാറിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞെന്ന പ്രകാരം വന്നതാണ് സാർ. എന്തെങ്കിലുമൊക്കെ തരണം, എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമൊന്നുമില്ല, ആശുപത്രിയിൽ പോകാനും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പൈസ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് രാധാകൃഷ്ണൻ അത് ശീലാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കുട്ടികളൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല. ഞാൻ പഴയ ആളൊന്നല്ല സാർ, എനിക്ക് നടക്കാനും നിൽക്കാനും വയ്യ, ജീവിക്കാൻ മാർഗ്ഗമില്ല സാർ, ഞാൻ അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല എന്നിട്ട് വളരെ ദയനീയമായിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ പൈസയും കൊടുത്ത് രാധാകൃഷ്ണനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ മീശവാദമല്ല മാളയുടെ കാര്യമാണ് എനിക്കിപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു രാധാകൃഷ്ണൻ. പക്ഷേ വീട്ടുകാർ പേടിച്ചു കേട്ടോ, കള്ളനാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ എല്ലാവരും പേടിച്ചു. എന്തായാലും അങ്ങനെ ഒരു കള്ളൻ എൻ്റെ വീട്ടിൽ ഒരു അന്വേഷിച്ച് വന്നു. രാധാകൃഷ്ണൻ പിന്നീട് കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞു കേട്ടു. അതാണ് രാധാകൃഷ്ണൻ്റെ ഒരു രസകരമായ സംഭവം. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കള്ളൻ്റെ രസകരമായ ഒരു സംഭവം പറയാനുള്ള കാര്യം. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു, അങ്ങനെ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പഴയന്നൂർ പോലീസ് അണ്ണാച്ചുള്ളത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് വലിയ വിവാദമായി. അത് സൂയിസൈഡല്ല, കൊലപാതകമാണെന്നുള്ള ചർച്ചകളും കാര്യങ്ങളും വരുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, സെൻസേഷണൽ കേസായി മാറുന്നു.